നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. നമ്മൾ ജീവിതത്തിൽ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ, നമുക്കില്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് എങ്ങനെ നിൽക്കും. നമുക്കതില്ല, ഇതില്ല. ഉള്ളത് തന്നെ, നമുക്കൊരു കാറുണ്ട് എങ്കിൽ എനിക്ക് ഇതിനേക്കാൾ വലിയ കാറില്ലല്ലോ, അല്ലെങ്കിൽ ഒരു വീടുണ്ട് എങ്കിൽ വീട് ഇതിനേക്കാൾ വലുതില്ലല്ലോ. അങ്ങനെ എത്ര നമുക്ക് ഉള്ള കാര്യങ്ങൾ ഓർമ്മ വന്നാൽ പോലും നമ്മൾ അതിനേക്കാൾ വലുതിനെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യ സഹജമാണ്. ഒരിക്കലും ലഭിച്ചതിനെ കുറിച്ച് തൃപ്തമാകാതെ കൂടുതൽ ലഭിക്കണം, ഇതിനേക്കാൾ കൂടുതൽ വേണമെന്ന ഒരു ടെൻഡൻസി നമ്മളിൽ രൂപപ്പെടുന്നത് ഒരു മനുഷ്യ സഹജമാണ്. എന്നാൽ നമുക്കുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ വളരെ പ്രയാസമാണ്. നമ്മൾ എണ്ണിയാൽ പോലും കിട്ടില്ല എന്ന് തോന്നിപ്പോകും. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് എങ്കിൽ പോലും ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങിയത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. നമുക്ക് സുരക്ഷിതമായ ഒരു കൂരയ്ക്കു കീഴിലാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത്. എന്നാൽ ലോകത്ത് കോടാനുകോടി ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും, അവരുടെ വിശപ്പ് നടക്കാൻ പോലും കഴിയാത്ത കോടിക്കണക്കിന് ആളുകളുണ്ട്. സുരക്ഷിതമായി ഒന്നും തലചായ്ക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട്. നമുക്ക് 2 കാലുകളുണ്ട്, ആ കാലുകളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും കഴിയുന്നു. എന്നാൽ കാലുകളില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. നമുക്ക് 2 കൈകളുണ്ട്, കൈകളില്ലാത്തവർ ഈ ലോകത്തുണ്ട്. നമുക്ക് 2 കണ്ണുകളുണ്ട്, ആ കണ്ണുകൊണ്ട് ഈ ലോകത്തിന്റെ ഈ മനോഹരമായ നിറഭേദങ്ങളെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലോകത്ത് കണ്ണുകളില്ലാത്തവരുണ്ട്. നമുക്ക് ചെവിയുണ്ട്, ചെവിക്ക് കേൾവി ശക്തിയുണ്ട്. എന്നാൽ തനിക്കിഷ്ടപ്പെട്ടവരുടെ ശബ്ദം പോലും കേൾക്കാൻ കഴിയാതെ ചെവിക്ക് കേൾവി ശക്തിയില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ട്. നമുക്ക് വായുണ്ട്, നാക്കുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ടവരെ നമുക്ക് പേര് ചൊല്ലി വിളിച്ച് നമ്മുടെ ഐഡിയകളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ സന്തോഷങ്ങളെ ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംസാര ശേഷി നമുക്കുണ്ട്. എന്നാൽ ലോകത്ത് സംസാരിക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതുപോലെ നമ്മൾ ആലോചിക്കുക, നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയാണ്. നമ്മുടെ ലങ്സ് ഒന്ന് ചുരുങ്ങിപ്പോയാൽ, അതിന്റെ പ്രവർത്തനം ഒന്ന് താളം തെറ്റിയാൽ, നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആളുകൾ അനുഭവിക്കുന്നത്, ആശുപത്രികളിലുള്ള വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വസിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. എന്നാൽ സുഖകരമായ രീതിയിൽ നമ്മുടെ ബ്രീത്തിങ് നടത്താൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ലങ്സും നമ്മുടെ ഹാർട്ടും ഒക്കെ ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും കഴിയാതെ എക്യുപ്മെന്റുകളുടെയും മെഷീനറികളുടെയും സഹായത്തോടെ ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ ദൈവം സർവേശ്വരൻ, ഈ പ്രപഞ്ചനാഥൻ, പ്രപഞ്ചം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ട് പോലും നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാറില്ല. നമുക്ക് എഴുതാൻ കഴിയും, വായിക്കാൻ കഴിയും, അക്ഷരാഭ്യാസമുണ്ട്. എന്നാൽ അതില്ലാത്ത എത്രയോ ആളുകൾ, ഒന്ന് സംസാരിക്കാൻ, മറ്റുള്ള ആളുകളോടൊന്ന് സംവദിക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ്. നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് സർവേശ്വരൻ നൽകിയിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും ഇത് ഓർക്കുകയോ അതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കാൻ നാം ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. പകരം നമുക്കില്ലാത്തതിനെ കുറിച്ച് ഓർക്കുകയും ഉള്ളതിനെ കുറിച്ച്, ഉള്ളതിൽ ഇത് അധികമില്ലല്ലോ, മറ്റുള്ളവർക്ക് ഇതിനേക്കാൾ കൂടുതലുണ്ടല്ലോ എന്നാലോചിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും സമാധാനമോ സന്തോഷമോ ഒരു ഉയർച്ചയോ നമ്മുടെ ജീവിതത്തിൽ കരകതമാക്കാൻ നമുക്ക് കഴിയില്ല. നേരെ മറിച്ച് നമുക്കുള്ള ഓരോ കാര്യങ്ങളെയും കുറിച്ച് ഓർക്കുകയും അതിൽ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതം സമ്പൽ സമൃദ്ധിയിലാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും.
അത് നമുക്ക് കൂടുതൽ ഊർജം നൽകും. നമുക്ക് പുതിയ മേഖലകൾ വെട്ടിപ്പിടിക്കാൻ നമുക്ക് സഹായിക്കും. നമ്മൾ ഉള്ളതിനെ കുറിച്ച് നന്ദി പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ജീവിത വിജയത്തെ സഹായിക്കുന്ന 12 നിയമങ്ങളാണ് നാം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 7 നിയമങ്ങൾ 7 വീഡിയോകളിലായി നാം നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. 8ാമത്തെ നിയമം ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ് 8ാമത്തെ നിയമം. ഈ വിഷയമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഉള്ളതിൽ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുമെന്നും അതിനപ്പുറത്ത് നമുക്കുള്ളതിനെ കുറിച്ച് ഓർത്തെടുക്കാനും അതിൽ നിന്ന് നമുക്ക് മോട്ടിവേഷൻ ലഭിക്കാനും അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഊർജം ലഭിക്കാനും അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് ലവും സെൽഫ് കോൺഫിഡൻസും ഒക്കെ വർദ്ധിക്കാനും സാഹചര്യം ഒരുക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഉള്ള കാര്യങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് അതിൽ നന്ദി പ്രകടിപ്പിക്കുക. അത് നമ്മുടെ ജീവിതത്തെ സന്തോഷകരവും വിജയകരവും സമാധാനപൂർവമായി നമ്മുടെ ആഗ്രഹങ്ങളെ അച്ചീവ് ചെയ്യാൻ ഉന്മേഷത്തോടു കൂടി, നല്ല മൂഡോടുകൂടി മുന്നോട്ട് പോകാൻ സഹായിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങളെ ഓർത്തെടുക്കാൻ കഴിയും. അത് നമ്മൾക്ക് നോട്ടീസ് ചെയ്യാൻ കഴിയും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട അച്ചീവ്മെന്റുകൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെ ഈ പ്രസന്റ് മൂവ്മെന്റിൽ ജീവിക്കാൻ സഹായിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളിലെ പോസിറ്റിവിറ്റിയെ, നമ്മുടെ അച്ചീവ്മെന്റുകളെ ഓർമ്മപ്പെടുത്തുകയും മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യുന്ന സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യുകയും നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നുകയും ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ മൂഡിനെ ബൂസ്റ്റ് ചെയ്യാനും അതുമൂലം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ കാര്യം നമ്മളിലേക്ക് എത്താനും സഹായിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ റിലേഷൻഷിപ്പുകളെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ സൗഹൃദങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, നന്ദിയുള്ളവരായിരിക്കുക. ഈ പ്രപഞ്ചത്തിനോട് നമുക്കെല്ലാം നൽകിയ സർവൈശ്വര്യങ്ങളും സമ്മാനിച്ച ഈ പ്രപഞ്ചനാഥനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനായി നമ്മൾ ആദ്യം നമ്മുടെ വൈ കണ്ടെത്തുക. വൈ ഐ ആം ഗ്രേറ്റ്ഫുൾ, എന്തുകൊണ്ട് ഞാൻ നന്ദിയുള്ളവനായിരിക്കണം, എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നത്. അത് നമ്മൾ ഒരു പേപ്പറിൽ, ഒരു പുസ്തകത്തിൽ നാം എഴുതി വെക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുക. നമ്മുടെ എല്ലാ നന്മകളെയും നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ എല്ലാ ഗുണങ്ങളെയും അനുഭവിക്കുന്നതായി നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് നാം പ്രപഞ്ചനാഥനോട് നന്ദി പറയുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല നല്ല മുഹൂർത്തങ്ങളെ, നല്ല നല്ല മൂമെന്റുകളെ, നല്ല നല്ല സാഹചര്യങ്ങളെ നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ണടച്ചിരുന്നു കൊണ്ട് റീക്രിയേറ്റ് ചെയ്യുകയും അന്ന് നാം കേട്ട ശബ്ദം, അന്ന് നാം അനുഭവിച്ച ആ സന്തോഷം, അന്ന് നാം കണ്ട കാഴ്ചകൾ, അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ മുഖം എല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിന് നമ്മൾ ഇത്തരം നല്ല സാഹചര്യങ്ങൾ നമുക്കൊരുക്കി തന്ന ഈ പ്രപഞ്ചത്തിനോട്, പ്രപഞ്ചനാഥനോട്, സർവേശ്വരനോട് നാം നന്ദി പറയുക. നമുക്ക് തന്നെ ഒരു പ്രൗഡ് വരുന്നതിന് വേണ്ടി ലൗഡായിക്കൊണ്ട് തന്നെ, ശബ്ദത്തിൽ തന്നെ, എനിക്കിന്നാലിന്ന കാര്യം നൽകിയ തമ്പുരാന് ഞാൻ നന്ദി പറയുന്നു, ഈ പ്രപഞ്ചത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ശബ്ദത്തിൽ തന്നെ പറയുക. നമുക്ക് തന്നെ കേൾക്കാൻ കഴിയുന്ന രീതിയിൽ, നമ്മുടെ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കാൻ കഴിയുന്ന രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന് നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പ്രത്യേക സമയം ഫിക്സ് ചെയ്യുക. എന്നാൽ ചില ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് നെഗറ്റീവായ കാര്യങ്ങളും നടന്നിരിക്കാം. അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞതിൽ നാം നമ്മളെ തന്നെ പ്രശംസിക്കുകയും അതിന് സഹായിച്ച ഈ പ്രപഞ്ചത്തിനോട്, യൂണിവേഴ്സിനോട്, ക്രിയേറ്ററോട് നാം നന്ദി പറയുകയും ചെയ്യുക. അങ്ങനെ നിശ്ചിതമായ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ
ഒരു ദിവസത്തിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സമയം നാം നിശ്ചയിക്കുകയും നമ്മുടെ എല്ലാ നന്മകളെയും ഓർത്തെടുക്കുകയും എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കുകയും അതുറക്കെ നമുക്ക് തന്നെ കേൾക്കാൻ കഴിയുന്ന രീതിയിൽ വായിക്കുകയും ചെയ്തുകൊണ്ട് നാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അതിനെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മളിലുള്ളതെല്ലാം വർദ്ധിക്കുന്നതും നാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വർദ്ധിക്കുന്നതും കൂടുതൽ നന്മ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അട്രാക്ട് ചെയ്യപ്പെടുന്നതും നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാറ്റിനോടും നന്ദിയുള്ളവനായി ഗ്രേറ്റ്ഫുൾ ആയി മാറാൻ നാം ശ്രമിക്കുക. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ 9-ാമത്തെ നിയമവുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.